ഹായ് എവരിവൺ, വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേറെ ഒന്നല്ല, നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് സംസാരിക്കുക കേട്ടോ. ഫ്രണ്ടായിട്ട് സംസാരിക്കുകയല്ല, നമ്മളൊരു ദിവസത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മളൊരു ഫ്രണ്ടിനോട് സംസാരിച്ച് പോവുമല്ലോ. നമ്മൾ ഓഫീസിൽ പോകുന്ന സമയത്തോ അതല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സമയത്തോ അങ്ങനെ നമ്മൾ ഒരു ചെറിയൊരു സംഭാഷണത്തിൽ വരുന്ന കുറച്ച് സെന്റൻസുകൾ. ഓക്കെ, അപ്പം ഇന്ന് അതാണ് നോക്കാൻ പോകുന്നത്. ശരി, ആദ്യം തന്നെ നമ്മൾ പറയാണ്, നീ എവിടെ എത്തി? നമ്മൾ ഒരുമിച്ചാണ് ഓഫീസിലേക്ക് പോകുന്നതെങ്കിൽ ഫോൺ ചെയ്ത് ചോദിക്കും അല്ലേ, നീ എവിടെ എത്തി? എങ്ങനെയാണ്? ആപ് കഹാം പൗഞ്ചേ അല്ലെങ്കിൽ ആപ് കഹാം പൗഞ്ചുകേ എന്നാണ്. നീ എവിടെ എത്തി? എന്തിനാ? ചിലപ്പോൾ ബസ്സിലായിരിക്കാൻ പോകുന്നത് അല്ലേ. വേഗം വാ, ബസ് ഇപ്പോൾ പോകും, അല്ലെങ്കിൽ ബസ് ഇപ്പോൾ പുറപ്പെടും. വേഗം വാ, ബസ് ഇപ്പോൾ പുറപ്പെടും. എങ്ങനെയാ പറയാം? ജൽദി ആവും, വേഗം വാ. ബസ് അഭി നിക്കൽ ജായേഗി. അഭി നിക്കൽ ജായേഗി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുറപ്പെടും എന്നാണ് കേട്ടോ. അല്ലെങ്കിൽ ബസ് അഭി ജായേഗി, ബസ് ഇപ്പോൾ പോവും എന്നും പറയാം കേട്ടോ. ഇനി അതുപോലെ തന്നെ വേഗം വാ, നേരം വൈകി എന്ന് നമ്മൾ പറയാം അല്ലെ. വേഗം വായോ, നേരം വൈകി. അപ്പൊ എങ്ങനെ പറയണ്ടേ? ജൽദി ആവോ, നേരം വൈകി. ദേർ ഹോഗി, ദേർ ഹോ ഗയി ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരം വൈകി എന്നാണ് കേട്ടോ. ജൽദി ആവോ, ദേർ ഹോ ഗയി ഹേ. ഓക്കെ, ശരി. ഇനിയിപ്പോ ആൾ ഓടി വന്നു. അപ്പൊ നമ്മൾ പറയാ, ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞിരുന്നല്ലേ നാളെ നേരത്തെ വരണം എന്ന്. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ നാളെ നേരത്തെ വരണം. എങ്ങനെയാ പറയാ? മേ തുമേ കൽ ബതായാ താ നാ കി ആജ് ജൽദി ആനാ ഹേ. मैंने तुम्हें कल बताया था ना. ഞാൻ നിന്നോട് കൽ ഇന്നലെ ബതായാ താ നാ പറഞ്ഞിരുന്നതല്ലേ. കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞേ, അതിനെ കണക്ട് ചെയ്യുന്ന ഒരു വാക്കാണ് കേട്ടോ. എന്താണ്? ആജ് ജൽദി ആനാ ഹേ, ഇന്ന് നേരത്തെ വരണം എന്ന്. മനസ്സിലായോ? ഇന്ന് നേരത്തെ വരണം എന്ന് ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ എന്നാണ് ഈ സെന്റൻസ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ നേരം വൈകി എന്താ ഉണ്ടാവുക? ഇന്നും നമുക്ക് വഴക്ക് കേൾക്കേണ്ടി വരും. ഇന്നും നമുക്ക് വഴക്ക് കേൾക്കേണ്ടി വരും. എങ്ങനെയാ പറയാം? ആജ് ബി, ഇന്നും. ഇന്ന് എന്നല്ലല്ലോ, ഇന്നും എന്നല്ലേ. അപ്പൊ എപ്പോഴും വഴക്ക് കേൾക്കുന്ന ഒരാളായിരിക്കാം. ആജ് ബി, ഇന്നും. ഹമേം, ഹമേം നമുക്ക് എന്ത് വഴക്ക് കേൾക്കേണ്ടി വരും. ഡാട്ട് സുന്ന പടേഗ. ഡാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാട്ട്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് പറയുക കേട്ടോ. ഡാട്ട് അല്ലെങ്കിൽ ഡാട്ട് പടേഗ, വഴക്ക് കേൾക്കും എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ആജ് ബി ഹമേ ഡാട്ട് സുന്ന പടേഗ, വഴക്ക് കേൾക്കേണ്ടി വരും, അതാണ്. ഓക്കെ, ഇനിയിപ്പോ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും പറയും, ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു ഓഫീസിൽ? ഇന്നലെ ഓഫീസിൽ എങ്ങനെ ഉണ്ടായിരുന്നു? കൽ ഓഫീസ് മേ കൈസേ താ. അപ്പൊ നമ്മൾ പറയാണ്, ഇന്നലെ നല്ലായിരുന്നു, അതുപോലെ എല്ലാ ദിവസവും ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയില്ലേ. എല്ലാ ദിവസവും അങ്ങനെയായിരുന്നെങ്കിൽ നന്നായിരുന്നു. കൽ അച്ഛാ താ, ഇന്നലെ നല്ല ദിവസമായിരുന്നു. കൽ അച്ഛാ താ. ओके, रोज ऐसे होने से ठीक था. रोज ऐसे होने से ठीक था എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽ അച്ഛാ താ, ഇന്നലെ നല്ലതായിരുന്നു. എല്ലാ ദിവസവും, റോസ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എന്നാണ് കേട്ടോ. എല്ലാ ദിവസവും, ഡെയിലി. ऐसे होने से അങ്ങനെ ആയിരുന്നെങ്കിൽ, അച്ഛാ താ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ടീക്ക് താ ശരിയായിരുന്നു അല്ലേ, അങ്ങനെയാണ് കേട്ടോ. ഇനി ഓഫീസിൽ പണിയൊക്കെ എടുത്തു, ഉച്ചയ്ക്ക് ആയി, നമ്മൾ ആകെ ടയേർഡായി. അപ്പൊ നമ്മൾ ഫ്രണ്ടിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, മേ തക്കയാഹും അല്ലെങ്കിൽ തക്കയീഹും. ഓക്കെ, ഞാൻ ക്ഷീണിച്ചു. മുझे ഭൂക്ക് ലഗ് രേ, എനിക്ക് വിശക്കുന്നു. മുझे ഭൂക്ക് ലഗ് രേ. അപ്പൊ ആളുടെ ചിലപ്പോ എന്താ പറയാ, വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഇയാൾ ചോദിക്കുകയാണ്, എനിക്ക് വിശക്കുന്നു, ഞാൻ ഭക്ഷണം കഴിച്ചോട്ടെ. മേ ഖാന ഖാവൂ. മേ ഖാന ഖാവൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിച്ചോട്ടെ എന്നാണ്. മനസ്സിലായോ? ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ നമ്മൾ ചിലപ്പോ എന്താ പറയാ, ഓഫീസിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. നമ്മൾ ഭയങ്കര ടയേർഡാണ്, ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയാം, ശരീരമൊക്കെ വേദന, ശരീരം മുഴുവൻ വേദനിക്കുന്നു. എങ്ങനെയാ പറയാം? ശരീരം മുഴുവൻ വേദനിക്കുന്നു. പൂരാ ശരീർ ദുഃഖായ, ദുഃഖായ അല്ലെങ്കിൽ ദർദോര എന്ന് പറയാം കേട്ടോ. പൂരാ ശരീർ ദർദോര ഹാഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം മുഴുവൻ വേദനിക്കുന്നു എന്നാണ് കേട്ടോ. ഇനിയിപ്പോ പറയാണ്, കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്ക്. നമ്മൾ പറയില്ലേ വീട്ടില്, കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കൂ. എങ്ങനെയാ? കുളിക്കാൻ, നഹാന എന്ന് പറഞ്ഞാൽ കുളിക്കുക.
നഹാനെ കേലിയെ, നഹാനെ കേലിയെ തോടാ പാനി ഗരം കർലേ അല്ലെങ്കിൽ ഗരം കറു. മനസ്സിലായോ? നഹാനെ കേലിയെ കുളിക്കുവാൻ വേണ്ടി തോടാ പാനി കുറച്ച് വെള്ളം, ഗരം കറു ഗരം എന്ന് പറഞ്ഞാൽ ചൂട്, ചൂടാക്കൂ. ഗരം കർലയും എങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ. നമുക്ക് കുറച്ചുകൂടി എന്താ പറയാ ഓർഡർ ആണെങ്കിൽ ഗരം കറു. ഓക്കെ, ശരി. ഇനി എനിക്ക് കുറച്ച് വെള്ളം വേണം, എനിക്ക് കുറച്ച് വെള്ളം വേണം. നമ്മൾ വീട്ടിൽ ചോദിക്കുന്നതല്ലേ. മുझे थोड़ा पानी चाहिए, മുझे थोड़ा पानी चाहिए എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വേണം. പാനി ദീജിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം തരൂ. മനസ്സിലായോ? എനിക്ക് കുറച്ച് വെള്ളം തരൂ. മുझे थोड़ा पानी ദീജിയെ, അതാണ്. ഇനി എന്താണ്? ഇനിയിപ്പോ ഭക്ഷണത്തിനാണെങ്കിൽ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ ഒരു സെന്റൻസ് ആണ് അല്ലേ. ഭൂക്കിലെങ്ങനെ, അതുപോലെ തന്നെ എന്താണ് കഴിക്കാൻ എന്താണുള്ളത്? ഖാനേമേ ക്യാ ഹേ, ഖാനേമേ ക്യാ ഹേ. അതല്ലെങ്കിൽ ഒരു സെന്റൻസ് ഉണ്ട്, ഖാനെ ഗിലിയെ ക്യാ ഹേ, കഴിക്കാൻ വേണ്ടി എന്തിട്ടുള്ള എന്ന് ചോദിക്കില്ലേ വീട്ടില്. ഖാനെ ഗിലിയെ ക്യാ ഹേ. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഉറക്കം വരുന്നുണ്ട്, ഉറക്കം വരുന്നു. എങ്ങനെയാ പറയാം? മുझे नींद आ रही, मुझे नींद आ रही है, मुझे नींद आ रही है എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നു, അതാണ് കേട്ടോ. ഇനി ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. എങ്ങനെ പറയാം? മേ സോനെ ജാ രഹാ ഹൂം, മേ സോനെ ജാ രഹാ ഹൂം, ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറേ എന്താ പറയുന്നത് നമ്മൾ എപ്പോഴെപ്പോഴും സംസാരിക്കുന്ന കുറേ സെന്റൻസുകളാണ്. കുറേ സെന്റൻസുകൾ നിങ്ങളിങ്ങനെ കേട്ട് പോകണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നമ്മുടെ ഡെയിലി യൂസിൽ ആവശ്യമുള്ള സെന്റൻസുകൾ നമുക്ക് സോർട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, ബൈ.